എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ എന്ന് തന്നെ പറയാം. അത്രയും ക്ലീൻ പീസ് ആയിട്ടുള്ള ഒരു ഫോർച്യൂണർ. ഇത് 2014 മാനുഫാക്ചറിങ് 15 രജിസ്ട്രേഷനിൽ വരുന്ന വെറും 66,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന സിംഗിൾ ഓണർഷിപ്പിലുള്ള 4x2 മാനുവൽ വാഹനമാണ്. ഇത് മാനുവൽ 4x2 വണ്ടിയാണ്. ഇത്രയും ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ഈ വണ്ടി അസാധ്യ വണ്ടിയാണ്. ഞാനിത് ഓടിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല, ഓടിച്ച് മതിയായില്ല. അത്രയും ക്വാളിറ്റി വണ്ടിയാണ്. 66,000 കിലോമീറ്റർ ആണ് നിലവിൽ ഈ വാഹനം ഓടിയിരിക്കുന്നത്. പ്രോപ്പർ കമ്പനി റെക്കോർഡുകളോട് കൂടിയ വാഹനമാണ്. ഒരു സിംഗിൾ പീസ് പോലും ഇതിൽ ചേഞ്ച് ഇല്ല. ഓൾ ഒറിജിനൽ വണ്ടിയാണ്. ബ്രാൻഡ് ന്യൂ ടയറുകൾ 4 ഇട്ടിട്ട് ഇപ്പം ഞാൻ ഈ ഓടിച്ചുകൊണ്ട് വന്ന ഈ 4-5 കിലോമീറ്റർ മാത്രമേ ഇത് ഓടിയിട്ടുള്ളൂ. അത്രയും പുതിയ ടയറുകളാണ് ഈ വണ്ടിയിൽ കിടക്കുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എല്ലാ വശങ്ങളും, എൻജിനും എൻജിൻ റൂമും അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ആദ്യം ടയറിൽ നിന്ന് തന്നെ തുടങ്ങാം. ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു നോക്ക്. ഇതിപ്പം കുറച്ച് 2 ദിവസം മുമ്പ് ഇട്ടിട്ട് അവിടെ ഇട്ടിരിക്കുന്ന ടയറാണ്. ഇത് പുത്തൻ പുതു ടയറാണ്. ഇതേ ടയറുകളാണ് 4 ഈ വാഹനത്തിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോഡി ലൈനും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി കമ്പനി ഒറിജിനൽ പെയിൻ്റ് ആണ് കിടക്കുന്നത്. ഇത് ജസ്റ്റ് റബ്ബ് പോളിഷ് ചെയ്ത് മാത്രം ഇട്ടിരിക്കുന്നതാണ്. ഈ വാഹനത്തിൽ ഈ സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ബോഡി ലൈനും കാര്യങ്ങളും ഒരു ചെറിയൊരു സ്ക്രാച്ചോ ഒരു ഡെൻറ്റോ പോലും ഈ വണ്ടിയിലില്ല. ആകെ 66,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. അതിൻ്റെതായ എല്ലാ ക്വാളിറ്റി ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിൽ എക്സ്റ്റീരിയറിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് ഡോറ് ഡ്രൈവർ സൈഡ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഈ ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് കാണാം ഈ ഡോർ പാഡും കാര്യങ്ങളും സ്വിച്ചുകളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് എങ്ങനെ ഉണ്ടായിരുന്നുള്ളതാണ്. വളരെ വൃത്തിക്കാണ്. നമുക്കൊരു ഷോറൂം കണ്ടീഷൻ എന്ന് തന്നെ പറയാം. ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഈ ഭാഗത്തെ പഞ്ചിങ്ങുകൾ, ഇവിടെ വരുന്ന പഞ്ചിങ്ങുകൾ, പേസ്റ്റിങ് ഒക്കെ കാണുമ്പോൾ അറിയാം ഇത് എത്രയും മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ഞാൻ ഒത്തിരി വീഡിയോ നീട്ടുന്നില്ല. ഞാൻ എല്ലാ ഭാഗങ്ങളും ഒന്ന് പെട്ടെന്ന് കാണിക്കാം. ഞാനിവിടെ എല്ലാം ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഇത് വലിച്ചാൽ വരത്ത് പോലും ഇല്ല. അത്രയും സീറ്റിംഗ് ആയിട്ട് തന്നെയാണ് എനിക്ക് കാണാവുന്ന. ഇത് കണ്ടില്ലേ, ഇത് കമ്പനി പഞ്ചിങ്ങും കാര്യങ്ങളും ഇവിടുത്തെ സ്റ്റിക്കറും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയുണ്ട്. ഒരു ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. കാരണം ഓൾമോസ്റ്റ് സന്ധ്യ ആയിട്ടില്ല, 4:30 ആയിട്ടുള്ളൂ. പക്ഷേ തണുപ്പ് കാലം തുടങ്ങിയത് കൊണ്ട് തണുപ്പും ഇരുട്ടും കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഈ പേസ്റ്റിങ് നിങ്ങൾക്ക് കാണാം. ഇത് മുഴുവൻ കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ്. ഈ ഡോർപാടും കാര്യങ്ങളും എല്ലാം വളരെ വൃത്തിക്കാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പില്ലറുകളിലോ മറ്റോ ഒരു ജോലിയും ചെയ്തിട്ടില്ല. വളരെ വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇതൊന്നും വലിച്ചാൽ പോലും വരികയില്ല. ആ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഈ ഭാഗം കണ്ടോ, എല്ലാം കമ്പനി ഒറിജിനൽ പഞ്ചിങ്ങും പേസ്റ്റിങ്ങും ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇൻറ്റീരിയറിൻ്റെ നമുക്ക് വെട്ടമുള്ള വശത്തു നിന്ന് എടുക്കാം. ഈ ബോഡി ലൈനും കാര്യങ്ങളും എല്ലാം ക്ലീൻ ആണ്. ടയറുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു സിംഗിൾ പീസ് ഗ്ലാസ് പോലും ഇതിൽ ചേഞ്ച് ഇല്ല. ഓൾ ഒറിജിനൽ വെഹിക്കിളാണ്. ഈ ടൈൽ ലൈറ്റും കാര്യങ്ങളും ഒക്കെ പുതിയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അത്രയും ക്ലീൻ ഗ്ലാസ് ആണ്. ഇതിനകത്തൊരു സ്ക്രാച്ചോ ക്രാക്കോ പൊട്ടലോ ഒന്നും തന്നെ വന്നിട്ടില്ല. എല്ലാം അതിൻ്റെ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. പുറകിലത്തെ ഗ്ലാസും മാറിയിട്ടില്ല. നമുക്ക് ഇനി ഇതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. പുറകിലത്തെ സീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ആദ്യം ഈ വശങ്ങളിലെയൊക്കെ വൃത്തി നിങ്ങൾക്ക് കാണാം. വണ്ടിയുടെ ഇൻറ്റീരിയർ എല്ലാം വളരെ വൃത്തിക്ക് തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഇതൊന്നും വരികയില്ല. എന്നാലും വലിച്ച് നോക്കാം. കണ്ടോ, ഒരു ചെറിയ തുരുമ്പ് പോലും ഈ ഭാഗത്ത് വന്നിട്ടില്ല. അത്രയും ക്ലീൻ ആയിട്ടാണ് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ടൂൾസ് ഇതിനകത്ത് ഇപ്പോൾ ജാക്കി ഇരിപ്പുണ്ട്. ഇതിൻ്റെ ടൂൾസിൻ്റെ ബാക്കി സാധനങ്ങൾ നമ്മളുടെ ഈ ഷോപ്പിൽ തന്നെ ഇരിപ്പുണ്ട്. അത് അവർ ഊരി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ മേളത്തെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഈ നട്ടുകളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ഇവിടുത്തെ പഞ്ചിങ്ങുകളെ പേസ്റ്റിങ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. വണ്ടി സ്റ്റോക്ക് കണ്ടീഷനാണ്. ഈ വണ്ടിയെ പറ്റി പറയാനായിട്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അത്രയും ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ്. ഇപ്പോൾ ഈ ഭാഗങ്ങളുമൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം. ഈ ലൈറ്റിൻ്റെ പോലും നട്ടുകളോ കാര്യങ്ങളോ ഒന്നും അഴിച്ചിട്ടില്ല. ഇവിടെ എല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോകാം. സൈഡ് വശത്ത് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പോകാം. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴും കാണുമ്പോൾ അറിയാം ഫുള്ള് കമ്പനി പെയിൻറ് തന്നെയാണ്. വേറെ സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇതിൽ.
ഇതിൻ്റെയൊക്കെ നമുക്ക് ഈ ബോഡി ലൈനിൻ്റെ ഇവിടെ വരുന്ന ഈ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ അറിയാം വണ്ടി നല്ല വൃത്തിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. അണ്ടർ ബോഡിയുടെ വീഡിയോ ഞാൻ എടുത്തു തരാം. ഇപ്പം ഈ ഒരു ഭാഗത്തേക്ക് വന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ അടിവശത്തായിട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ കാണാം ഇത് എന്ത് വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നു എന്നുള്ളത്. അത്രയും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വാഹനമാണിത്. ഓക്കെ, നമുക്ക് ഈ ഡോറിൻ്റെ അകവശം ഒന്ന് കാണാം. ഈ ഡോർപ്പാടും കാര്യങ്ങളും എല്ലാം അങ്ങേ സൈഡിൽ പറഞ്ഞ പോലെ തന്നെ വൃത്തിക്ക് തന്നെ ഇരിക്കുന്നത്. ഇവിടെ ഒരു വർക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ വലിച്ചാൽ പോലും വരികയില്ല, അത്രയും നല്ല ഇതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ പഞ്ചിങ്ങുകളും കാര്യങ്ങളും ഇവിടുത്തെ ഈ റബ്ബർ ഡോർ വന്ന് അടയുമ്പോഴത്തേന് അമങ്ങായിരിക്കണം. അതിൻ്റെ വരെ ഫിനിഷിങ് കാണുമ്പോൾ അറിയാം. പുറകിലത്തെ സീറ്റുകളെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കാം. സത്യം പറഞ്ഞാൽ ആ പുറകിലത്തെ സീറ്റുകളൊന്നും ഉപയോഗിച്ചിട്ട് പോലുമില്ല, ആ രീതിയിലാണ് അത് ഇരിക്കുന്നത്. പിന്നെ ഈ ഡോറിൻ്റെ അകത്തോട്ട് വരുമ്പോഴും എല്ലാം അതേപോലെ തന്നെ സ്റ്റോക്ക് കണ്ടീഷനാണ്. പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല. ഇതിൻ്റെ വേറൊരു കാര്യം കാണിക്കാം. ഈ സീറ്റിൻ്റെ ഇവിടെ താഴെവശത്തോട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ ഇതിൻ്റെ ഈ കവർ പോലും എടുത്ത് കളഞ്ഞിട്ടില്ല. അത്രയും ക്ലീനായിട്ടാണ് ഈ വാഹനം വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്ന് എൻജിൻ റൂം, എൻജിൻ്റെ ക്വാളിറ്റി, മീൻസ് കാഴ്ചയിലുള്ള ഭംഗി, ബാക്കി എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതും വണ്ടിയുടെ എൻജിൻ്റെ സൗണ്ടും നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ബോണറ്റിലേക്ക് വരാം. ബോണറ്റിലെ പേസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാണുക, ഇത് ഒറിജിനൽ കമ്പനി പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇവിടുത്തെ പഞ്ചിങ്ങുകളോ കാര്യങ്ങളോ ടൊയോട്ടയുടെ ബാഡ്ജിങ്ങോ ഒന്നും പോയിട്ടില്ല. ഇതിൻ്റെ ഈ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ കാണാം ഇത് എത്ര മനോഹരമാണ്. സാധാരണ ഇതൊന്നും ഇങ്ങനെ ഒരു ക്ലീൻ കണ്ടീഷനിൽ നമുക്ക് കാണാൻ പോലും കിട്ടത്തില്ല. അത്രയും വൃത്തിക്കാണ് ഈ വാഹനം സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ ഈ അപ്രോണിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ഈ നിങ്ങൾക്ക് അകത്ത് വെച്ചിട്ട് വയറിങ്ങിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി കാണാം. അതൊക്കെ സ്റ്റോക്കായിട്ട് വന്നിരിക്കുന്നതാണ്. ഇവിടുത്തെ പേസ്റ്റിങ്, ഈ താഴത്തെ പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം വളരെ വൃത്തിക്കാണ് വന്നിരിക്കുന്നത്. എഞ്ചിൻ്റെ സൈഡിൽ ഈ സൈഡ് വശമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇത് എത്ര നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണെന്ന്. അത് പുതിയ ബാറ്ററിയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. പിന്നെ ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവിടുത്തെ ക്രോസ് ഇതിൽ വരുന്ന പഞ്ചിങ് കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കാണാം. വളരെ മനോഹരമായിട്ടാണ് ഇത് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഈ എൻജിൻ്റെ മേളുവശമൊക്കെ കാണുമ്പോൾ അറിയാം എത്ര മനോഹരമായിട്ട് സൂക്ഷിച്ചിട്ടുള്ളതാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണാം. ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട് വരാം. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം, എൻജിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം എത്രയും സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ആകെ 66,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു പഴക്കം ഈ എൻജിന് വന്നിട്ടുള്ളൂ. അപ്പോൾ എത്ര ക്ലിയറായ സൗണ്ടാണെന്നുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ എത്രയും സൈലൻ്റ് ആയിട്ടുള്ള ഒരു എൻജിനാണെന്നുള്ളത്. ബാക്കി നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും എല്ലാം ചെയ്തതാണ്. വണ്ടി അതിമനോഹരമാണ്, നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് വളരെ സൂപ്പർ എന്ന് പറയാം. അത്രയും നല്ല രസമായിരുന്നു. എനിക്കിത് ഓടിച്ച് മതിയായില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ക്വാളിറ്റി ഒന്ന് കാണാം. ഇതിൻ്റെ ഡോർപാടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം എത്ര ക്ലിയർ ആയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളതെന്ന്. ഇതിൻ്റെ ഈ ഡാഷ്ബോർഡിലോട്ട് വരുമ്പോഴും ഈ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നതും ഈ സെൻട്രൽ കൺസോളിൻ്റെ ക്വാളിറ്റി, സ്വിച്ചുകൾ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും ഇത് എത്ര വൃത്തിക്ക് സൂക്ഷിച്ചിട്ടുള്ളതാണെന്ന്. ഇതിൻ്റെ സ്റ്റിയറിംഗ് അല്ലെ സ്വിച്ചുകളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും ഇത് എത്ര മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. സീറ്റുകളെല്ലാം കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകളാണ് ഇതിൽ കിടക്കുന്നത്. അതിലൊന്നും ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല, അതൊന്നും മാറ്റവും വന്നിട്ടില്ല. നമുക്ക് റൂഫിലോട്ട് പോവുകയാണെങ്കിൽ റൂഫൊക്കെ ആ വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഒന്ന് ഡ്രൈ ക്ലീൻ ചെറുതായിട്ട് ചെയ്യണം. അത് ഇവിടെ ഒരു ചെറിയ ചെളിയുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ ബാക്കിലോട്ടൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ബാക്കിലത്തെ സീറ്റും ലെതർ സീറ്റുകൾ തന്നെ കമ്പനി ചെയ്തിരിക്കുന്ന ഒറിജിനൽ സീറ്റുകളാണ് ഇതിൽ കിടക്കുന്നത്. ഞാൻ ഇച്ചിരി സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്കിവിടെ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകം എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം.
2014 മാനുഫാക്ചറിങ് 2015 രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പിൽ 66,000 കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ് റെക്കോർഡ്, സിംഗിൾ പീസ് പോലും ചേഞ്ച് ഇല്ലാത്ത 4x2 മാനുവലിൽ വരുന്ന ഈ ഫോർച്യൂണറിന് ഒറ്റ റേറ്റാണ്, ഫിക്സ് റേറ്റാണ്. നമ്മൾ അവരായിട്ട് ഒരുപാട് നേരം സംസാരിച്ചതാണ്, പക്ഷെങ്കിൽ അവർ ആ റേറ്റിൽ കുറച്ച് കൊടുക്കത്തില്ല. ഡൽഹി റേറ്റാണ് ഞാൻ പറയുന്നത്, ആസ്കിങ് റേറ്റ് അല്ല, ഫിക്സ് റേറ്റാണ്. 12 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിൻ്റെ ഫിക്സ് റേറ്റാണ്. ബാക്കി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വാഹനം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പരമാവധി വേഗം തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കോട്ടയം കാർസിൻ്റെ നമ്പറിൽ എത്രയും വേഗം ബന്ധപ്പെടുക. കാരണം ഈ വണ്ടിയൊന്നും നിൽക്കുകയില്ല. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു വാഹനം കൂടെ വരുന്നുണ്ട്, അത് ബ്ലാക്ക് കളറാണ്. 2015 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇതേ സെയിം ക്വാളിറ്റിയിലാണ്, ഇതിലും ലെസ് കിലോമീറ്റർ ഓടിയതാണ്. 45,000-46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലുള്ള വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിലുള്ള ഒരു വാഹനം കൂടി നമുക്ക് ഉടനെ തന്നെ വരും. അതിൻ്റെ വീഡിയോയും നമ്മൾ ഉടനെ ചെയ്യുന്നുണ്ട്. ഇനി അതിന് മുന്നേ ആ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ലൈറ്റ് പോകുന്നതുകൊണ്ട് നമ്മൾ ഇന്ന് പെട്ടെന്ന് പറഞ്ഞു തീർക്കുവാണ്. അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് ടൊയോട്ടയുടെ വണ്ടി അല്ലാതെ വേറെ ഏത് വാഹനം ആവശ്യമുണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തു തരുന്നതാണ്. ഇനി ഞാൻ വിളിച്ചാൽ ഫോൺ എടുത്തില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത്, ഞാൻ തിരിച്ച് വിളിക്കും. അന്നേരം തന്നെ പറ്റിയാൽ ഞാൻ വിളിക്കും. ഒന്നെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്തോ ഏതെങ്കിലും വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയോ ചെക്ക് ചെയ്യുകയോ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് വിളിക്കുന്നതെങ്കിൽ മാത്രമേ നമ്മൾ റിപ്ലൈ തരാതിരിക്കത്തുള്ളൂ. വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക, അതിനും ഞാൻ റിപ്ലൈ തരും. വിദേശത്തുള്ളവർ വാട്സപ്പിൽ കോൾ ചെയ്താൽ ചിലപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്. അപ്പോൾ അതിനും കുഴപ്പമില്ല. രാത്രി ഒരു 1 മണി വരെയൊക്കെ നമ്മൾ ഉണ്ടാവും. നമ്മൾ ആ സമയം വരെ നിങ്ങളുടെ കോളോ മെസ്സേജോ വന്നു കഴിഞ്ഞാൽ നമ്മളത് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് പറഞ്ഞതിനകത്ത് ഞാൻ ഈ സംസാരിച്ചതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് നാക്കുപഴയായിട്ട് ഇങ്ങനെ വരുമല്ലോ, നമ്മളിങ്ങനെ ഒരുപാട് സംസാരിച്ച് പരിചയമില്ല, ഇതൊക്കെ ചെയ്ത് പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് വാഹനം ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഈ വാഹനം മറ്റു വാഹനങ്ങൾ ആവശ്യമുള്ളവർ നമുക്ക് മെസ്സേജ് അയക്കുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ബൈ.